നോക്കാം വാർത്തകൾ വിശദമായി. ധർമ്മസ്ഥലയിൽ യുവതിയെ കാണാതായെന്ന പരാതി പച്ചക്കള്ളം. സുജാത ഭട്ട് എന്ന സ്ത്രീക്ക് മകളില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പെൺകുട്ടിയുടെ ചിത്രവും വ്യാജം. 2007 മരിച്ച കൊടക് സ്വദേശി വാസന്തിയുടെ ചിത്രമാണ് അനന്യ ഭട്ട് എന്ന പേരിൽ പുറത്തുവിട്ടത്. പെൺകുട്ടിയെ സംബന്ധിച്ച യാതൊരു രേഖയും ഇവരുടെ പക്കലില്ല. 2003 സുജാത തനിക്ക് മക്കളില്ലെന്ന് പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖവും പുറത്തുവന്നു. ധർമ്മസ്ഥലയിലെ വാസ്തവം അന്വേഷിക്കാൻ ജനം TV വാർത്താ സംഘവും സ്ഥലത്തെത്തി. അരുണാലത്തൂരും ക്യാമറമാൻ മനൂപുമാണ് ധർമ്മസ്ഥലയിലെത്തിയത്. വിവരങ്ങളുമായി അരുണാലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളിലും നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന പ്രദേശവും അവിടുത്തെ മഞ്ജുനാഥ ക്ഷേത്രം. ആ ഭാഗത്ത് നിരവധി പെൺകുട്ടികൾ ദുരൂഹമായി മരിച്ചു, അവരെ ചില ആളുകൾ കൊന്നു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു. അതിൽ തന്നെ ഒരു മുഖംമൂടി ധരിച്ച ഒരാൾ അവിടെ വരികയും തുടർന്ന് ഈ മുഖംമൂടിക്കാരന് പിന്നാലെ ഒരു സ്ത്രീ തൻ്റെ മകളെ കാണുവാനില്ല, അതായത് ഈ മുഖംമൂടിക്കാരൻ ആരോപണവുമായി വന്നതിന് പിന്നാലെ തന്നെ തൻ്റെ മകളെ കാണുവാനില്ല എന്നൊരു ആരോപണവുമായിട്ട് അല്ലെങ്കിൽ പരാതിയുമായിട്ട് ഒരു സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തെത്തുകയുണ്ടായി. ആ സ്ത്രീ പറഞ്ഞത് തൻ്റെ മകളെ ഏത് വിധേനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം, മകളുടെ ഈ അസ്ഥി കഷ്ണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് ഹിന്ദു ആചാരപ്രകാരം ശേഷക്രിയ നടത്താൻ വേണ്ടിയാണ് എന്നൊക്കെ തരത്തിലായിരുന്നു സുജാത ഭട്ട് എന്ന സ്ത്രീ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു മകൾ തന്നെ ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സുജാത ഭട്ട് പറയുന്നത് തൻ്റെ മകളെ 2003-2004 കാലയളവിൽ ഈ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ സമയത്ത്, കൂട്ടുകാരോടൊപ്പം ദർശനത്തിനെത്തിയ സമയത്ത് MBBS വിദ്യാർത്ഥിയായ തൻ്റെ മകളെ കാണാതായി എന്നുള്ളതാണ്. കാണാതായി അതിനുശേഷം പരാതി നൽകുന്നതിന് വേണ്ടി ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ പോലീസ് ആ പരാതി കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല, തന്നെ ആക്രമിക്കുകയുണ്ടായ ആളുകൾ, തുടർന്ന് താൻ കോമയിലായി എന്നൊക്കെ തരത്തിലായിരുന്നു ഈ സ്ത്രീ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ സ്ത്രീക്ക് 2003 കാലയളവിൻ്റെ കഥ പറയുമ്പോൾ 1999 മുതൽ 2007 വരെയുള്ള കാലയളവിൽ സുജാത താമസിച്ചത് ഷിമോഗയിൽ പ്രഭാകർ ബാലിക എന്ന ആളോടൊപ്പമാണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാലയളവിൽ ഇവർ ഇവിടുത്തെ ഒരു ലോക്കൽ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരുപാട് നായകൾക്കും ഒപ്പം നിന്നുകൊണ്ട് തങ്ങളൊരു മൃഗസ്നേഹിയാണെന്നും തങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ട് ഈ നായകളെയൊക്കെ തങ്ങൾ വളർത്തുകയാണ്, ഈ മൃഗങ്ങളെയൊക്കെ വളർത്തുകയാണ് എന്ന തരത്തിലൊരു ആർട്ടിക്കിളാണ് അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമത്തിൽ വന്നതായിട്ട് ആ കാലയളവിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2003 നൽകിയ അഭിമുഖത്തിൽ ഇവർ പറയുന്നു തനിക്ക് മകളില്ല എന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നു. അതേസമയം തന്നെ അതേ സ്ത്രീയാണ് ഇപ്പോൾ ആരോപണവുമായി വന്നിരിക്കുന്നത്. 2003 തൻ്റെ മകളെ കാണാതായി എന്ന തരത്തിലുള്ള ഒരു പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ സുജാത ഭട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അടിമുടി പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന മറ്റ് നിരവധി കാര്യങ്ങൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, MBBSനെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ മണിപ്പാലിൽ പഠിച്ചു എന്നാണ്, ഇവരുടെ മകളായ അനന്യ ഭട്ട് പഠിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇത്തരത്തിലൊരു പെൺകുട്ടി തങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഒരു റെക്കോർഡും ഇത് സംബന്ധിച്ച് തങ്ങളുടെ സ്ഥാപനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. അതുപോലെ തന്നെ സുജാതയുടെ കുടുംബം പറയുന്നത് തങ്ങളുടെ ഇത്തരത്തിലൊരു മോള് സുജാതയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സുജാതയുടെ കുടുംബം തന്നെ ഈ വിഷയത്തിൽ പറയുന്നത്. അതായത് സുജാത ലിവിങ് ടുഗദർ ആയിട്ട് ഒരാളോടൊപ്പം കഴിഞ്ഞു എന്നതിലുപരി അവർക്കൊരു മകളില്ല എന്നുള്ളതാണ് സുജാതയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ സുജാത പറയുന്നു തന്നെ 3 മാസം ഇങ്ങനെ കെട്ടിയിട്ടു, ഒരു ആശുപത്രിയിൽ പിടിച്ചു കൊണ്ടുപോയി, കുറേ കാലം കോമയിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ധർമ്മസ്ഥലയിലെ ഒരാശുപത്രികളിലും ഇവർ ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡ്സും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സുജാത പറയുന്നത് താൻ CBIയിൽ സ്റ്റെനോഗ്രാഫറാണ് എന്നുള്ളതാണ്. കൊൽക്കത്തയിലാണ് CBIയിൽ സ്റ്റെനോഗ്രാഫറായി താൻ ജോലി ചെയ്തത് എന്നുള്ളതാണ് സുജാത ഭട്ട് പറയുന്നത്. പക്ഷേ കൊൽക്കത്തയിലെ CBI തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ കൊൽക്കത്തയിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും CBIയിൽ സുജാത ഭട്ട് എന്ന പേരിൽ ഒരാൾ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് CBI പറയുന്നത്. അങ്ങനെ ഈ സുജാത ഭട്ട് എന്ന സ്ത്രീ തൻ്റെ മകളെ കാണാനില്ല എന്ന് പരാതിയുമായി രംഗത്തെത്തി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിമുടി വ്യാജമാണ്. അതിലൊരു
കാര്യങ്ങളും അവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും മകൾ ഉണ്ടെങ്കിൽ ആ മകളുടെ ഒരു ചിത്രം കാണിക്കുമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ സുജാത ഭട്ടിനോട് ചോദിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തുടർന്ന് അവരൊരു ചിത്രം മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ചിത്രവും വ്യാജമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നമ്മുടെ സ്ക്രീനിൽ ഒരു വശത്ത് കാണാൻ സാധിക്കും. അതായത് സുജാത ഭട്ട് നൽകിയ ചിത്രത്തിലുള്ള പെൺകുട്ടി അവരുടെ മകളായ അനന്യ ഭട്ടാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ അത് അനന്യ ഭട്ടല്ല, അത് 2007 മരിച്ചിട്ടുള്ള മറ്റൊരു യുവതിയാണ്. അവരുടെ പേര് വാസന്തി എന്നുള്ളതാണ്. ഈ വാസന്തി എന്ന യുവതി അവർ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നീട് അവർ ഭർത്താവുമായിട്ടും ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു അസുഖം ബാധിച്ച് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മരിച്ച ഒരു യുവതിയുടെ ചിത്രമാണ് ഈ സുജാത ഭട്ട് തൻ്റെ മകളുടെ ചിത്രം എന്ന പേരിൽ മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ സുജാത ഭട്ടിനോട് മാധ്യമങ്ങളും മറ്റുമൊക്കെ നമ്മൾ എടുത്തു ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ചിത്രമോ അതല്ലെങ്കിൽ SLC അതല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചതോ MBBS പഠിച്ചതോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് രേഖയൊക്കെ കാണിക്കാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവർ അത്തരത്തിലൊരു രേഖയുമില്ല, സർട്ടിഫിക്കറ്റുകളൊക്കെ കത്തി നശിച്ചു എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും സ്വന്തം മകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് ആ മകളുടെ ചിത്രമോ മകളുടെ കൂടുതൽ വിശദ വിവരങ്ങളോ ഇതുവരെയും പുറത്ത് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇതൊരു കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണ് എന്നുള്ള വലിയ സംശയം ബലപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഈ സ്ത്രീയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം, വിശദമായി ചോദ്യം ചെയ്യണം എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യമാണ്. ഇതൊരു ക്ഷേത്രത്തിന് നേരെയുള്ള ഒരു ജൈന മതത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുള്ള ഹൈന്ദവ ക്ഷേത്രത്തിന് നേരെയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമാണ് ഈ സ്ത്രീ. ഇവർക്ക് മാവോയിസ്റ്റ് പശ്ചാത്തലം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അരുൺ ആലത്തൂരാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിലെ വാസ്തവം തേടിയാണ് ജനൻ TV സംഘം അവിടെ എത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കും.